ഹായ്, വസന്ത് ഓർക്കിഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ ഗാർഡനിലെ മൊക്കാര കളക്ഷനിലെ കുറച്ച് പൂക്കൾ കാണിക്കുകയാണ്. മൊക്കാരയുടെ കെയറിങ് ഡെൻഡ്രോബിയം ഓർക്കിഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. ഇവ ഞാൻ എൻ്റെ ടെറസിൽ അണവിച്ചിരിക്കുന്നത്. മൊക്കാരയുടെ തന്നെ ഞാൻ വേറെയും പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതെടുത്ത് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയം ഓർക്കിഡിൽ വളരെ അപൂർവമായി മാത്രം കാണാൻ കിട്ടുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വാച്ച് ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ അല്ലേ? നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇത് ഡെൻഡ്രോബിയത്തിലെ നല്ല പൊക്കമുള്ള ഒരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റിന് 5.5 അടിയേക്കാൾ പൊക്കമുണ്ട്. ഇതിൻ്റെ പൂക്കൾ എപ്പോഴും മുകളിലത്തെ ഷീറ്റ് മുട്ടിയാണ് നിൽക്കുന്നത്. ഈ പൂക്കൾക്ക് ബുരാന ഗോൾഡ് എന്ന പൂക്കളോട് നല്ല സാമ്യമുണ്ട്. വളരെ വേഗത്തിൽ വരുന്നവയാണ് ഇതിൻ്റെ താഴെ നിന്നുള്ള ഷൂട്ടുകൾ. അവയെ വേരോടെ കട്ട് ചെയ്ത് മാറ്റി നട്ടുപിടിപ്പിച്ചാൽ അവ വേഗം തന്നെ വളർന്ന് പുഷ്പിക്കുന്നതാണ്. താഴെ നിന്ന് വരുന്ന ഷൂട്ട്സിന് പുറമെ ഓർക്കിഡിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്നും കിക്കീസ് വരാറുണ്ട്. നിങ്ങളീ കാണുന്നത് അതുപോലെ വന്ന ഒരു കിക്കിയാണ്. ഇത് പൂത്തും കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇത് പൂത്ത് കഴിഞ്ഞിട്ടും ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മിൻ്റെ അവിടെ നിന്ന് വേരുകൾ വന്നിട്ടില്ല. ഇതാണ് ആദ്യത്തെ അപൂർവ കാഴ്ച. ഈ ചെടിയും മുകളിൽ ഷീറ്റ് മുട്ടിയിട്ടാണ് പൂക്കുന്നത്. ഇതുപോലെ തന്നെ ഉള്ളൊരു മറ്റൊരു കിക്കിയും ഇതിലുണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിനും വേര് വന്നിട്ടില്ല. സാധാരണ ഓർക്കിഡിൽ ഇങ്ങനെ കിക്കീസ് വരുമ്പോൾ തന്നെ അവയ്ക്ക് വേരുണ്ടാകുന്നതാണ്. ഒരു 1/2 അടി പൊക്കമുള്ള വേരോട് കൂടിയ കിക്കീസിനെ ഞാൻ കുഞ്ഞു ചട്ടിയിലേക്ക് സാധാരണ മാറ്റി നടുന്നതാണ്. ഇവ പൂത്ത് കഴിഞ്ഞിട്ടും വേര് വരാത്തണ്ണം ഞാൻ ഇതുവരെ ഇവയെ മാറ്റി നട്ടിട്ടില്ല. ഇത് നേരത്തെ കണ്ട ഓർക്കിഡിൻ്റെ അതേ വെറൈറ്റിയിലുള്ള മറ്റൊരു പ്ലാന്റാണ്. പക്ഷേ ഈ പ്ലാന്റിന് ഒരു 10 വർഷത്തിൽ കൂടുതലെങ്കിലും പ്രായം കാണും. താഴെയൊക്കെ ഷൂട്ട്സ് ഉണ്ടെങ്കിലും മുകളിലത്തെ സ്റ്റെമ്മിലെ ഇലകളെല്ലാം കൊഴിഞ്ഞുപോയി. പക്ഷേ ഇപ്പോൾ ധാരാളം കിക്കീസ് വന്നിട്ടുണ്ട്. ഒരു 10-15 കിക്കീസെങ്കിലും ഉണ്ടാകും. ഇതാണ് രണ്ടാമത്തെ അപൂർവ കാഴ്ച. ഇവയ്ക്കെല്ലാം വേരുകളുമുണ്ട്. ചിലതൊക്കെ 1/2 അടി നീളമായിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ഞാൻ മാറ്റി നടാൻ പോവുകയാണ്. മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വെറൈറ്റിയുടെ തന്നെ എനിക്ക് ധാരാളം ചെടികളായി. അവ വളർന്നു വരുമ്പോൾ മദർ പ്ലാന്റ് പോലെ തന്നെ നല്ല പൊക്കമുള്ള പ്ലാന്റായിട്ട് മാറുന്നതാണ്. ഇത് ഡെൻഡ്രോബിയത്തിലെ മറ്റൊരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റിൽ ലീവ്സ് ഒന്നും ഇല്ലാത്തത് കാരണം ഇതിനെ എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റി നട്ടതാണ്. ഞാൻ നടുമ്പോൾ ഇതിൽ മൊട്ടുകളൊന്നുമില്ലായിരുന്നു. നട്ടിട്ടിപ്പോൾ ഏകദേശം 2 ആഴ്ചയായി കാണും. ഇലയില്ലാത്ത ഈ പ്ലാന്റിൽ മൊട്ടുകൾ, അതും വലിയ ബഞ്ചായി വന്നിരിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തെ അപൂർവ കാഴ്ച. ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ച ഓർക്കിഡിലെ 3 അപൂർവ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.